ആനേനെ കാണുന്ന പറഞ്ഞിട്ട് പോയിട്ടില്ല. പുതിയതായിട്ടുള്ള അനുഭവം അപ്പൊ ഇത്ര ദൂരം നന്നായി പുലികൾ ഉണ്ടാവും, സിംഹം ഉണ്ടാവും, ആന, കാട്ടുപോത്ത്, അങ്ങനെ കാട്ടിൽ കാണുന്ന എല്ലാ മൃഗങ്ങളും കാട്ടിലുണ്ടാവും. മഹി അവിടെ ഉണ്ടാവല്ലോ. മഹി അവിടെ ഉണ്ടാവും ചോദിച്ചത്. കാട്ടില് മഹി ഉണ്ടാവും ചോദിച്ചത്. അഡ്വഞ്ചർ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യല്ലേ? കല്യാണ വീട് എവിടെ? കല്യാണ വീടാ? രംഗാണ് നീ ഓടിക്കാൻ അറിയില്ല. ബ്രോ ഞാനപ്പോ അവിടെ നിർത്തും വേണ്ടി. നേരെ ഫ്രണ്ടിക്ക് നോക്ക്, നിങ്ങൾക്ക് നേരിൽ കാണാൻ പറ്റും. സീരിയസ് ആയിട്ട് ക്രോസ് ചെയ്ത് പോവും. മഹി ശ്രദ്ധിച്ചാ മതി. മഹി പ്രേതം വരും. മഹി നീ ശ്രദ്ധിച്ചിരുന്നാ മതി. റോട്ടില് ശ്രദ്ധിച്ചിരുന്നാ മതി. ഒരു നേരിൽ വരും. ഞങ്ങള് കണ്ടു. ഞാൻ നവാസ്ക്കും കണ്ടു, അനസിക്കും കണ്ടിട്ടുണ്ട്. മഹി കണ്ടാ മതി. പോലീസ് ഒന്നുമല്ല. നേള് നോക്ക്. അത് പുകയായതാണ്. നമ്മൾ മൊയില് കണ്ടു. നമ്മൾ മൊയില് കണ്ടിരിക്കാണ്. ഫോറസ്റ്റിലെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയേക്കുക. ഒന്നും ചെയ്യില്ല. കണ്ടത് മറ്റപ്പോളാ ഏത് ബീറ്റും കൊണ്ട് വന്നപ്പോ തന്നു ഉണ്ടാ കൊമ്പനി இருக்கா சொல்லினா കൊമ്പനുണ്ട് പറഞ്ഞോ. ഓക്കെ പ്രേതം പറഞ്ഞ് പേടിച്ചിരിക്കണേ. ബ്രോ ഞാൻ ഫുള്ള് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നീ പറഞ്ഞേക്കാം. ഫാസ്റ്റാക്കിയ രക്ഷപ്പെട്ടു. പ്രേതം പറഞ്ഞിട്ട് ഫുള്ള് വിറച്ചിരിക്കുക. വരാൻ പറ. എത്ര പേരുള്ളതുകൊണ്ടല്ലേ. ഗൈസ് നമ്മളങ്ങനെ കാടിനുള്ളിലേക്ക് കേറിയ എന്ത് കൊമ്പനുണ്ടെന്നാണ് അണ്ണാച്ചി പറഞ്ഞത്. ഒരു വണ്ടി പോയാ ഫ്രണ്ടില്? കാട്ടി സീരിയസ് സാധനം അത്. ചേട്ടാ ഹാപ്പി അല്ലേ? 2 ലക്ഷത്തിനുള്ള സാധനം ഉണ്ട്. ഇവിടുന്ന് തന്നെ ഷാപ്പ് പോണമല്ലോ തൂക്കിട്ട. അതെ നക്ഷത്രം അടിപൊളിയുണ്ട്. ആകാശം അടിപൊളിയുണ്ട്. എനിക്ക് എല്ലായിടത്തേക്കും ലൈറ്റ് കൊണ്ടല്ലേ, കോർണർ ലാമ്പിന്റെ ആവശ്യമില്ല. അതെ അത് മാന് മെല്ലെ പോ. അതെ മാന് കൊറേ ഉണ്ട് കേട്ടാ. കണ്ടുണ്ട്. മ്ലാവ്. അയ്യോ दूसरे में म्लावी. ஆனா இருக்குதா? ஆமா அங்க இருக்குது. ரைட் எல்லாம் ஒட்டும் லைட் இல்ல. ஆமா
പോയിട്ടോ പോ ഗൈസ് നമ്മളങ്ങനെ കുറച്ചുകൂടി ഫ്രണ്ടിൽ പോവാം. നല്ല വഴി അങ്ങനെയല്ല സൗണ്ട് പട്ടിയാണോ കാട്ടില്ല 3 ബൂസ്റ്റ് അയ്യോ തണുത്ത് വയ്യക്ക് തണുപ്പ് സ്പോൺസർ ചെയ്ത നാട്ടിൽ പോയാൽ നിങ്ങൾക്ക് ഞാൻ എന്ത് കൈയൊക്കെ ഷേക്കായിട്ട് കുടിക്കാൻ Kuri, kuri. കുടിക്കാൻ പോയ അവസ്ഥ ചൂടായിട്ട് കുടിക്കും തണുപ്പ് മാറും. താങ്ക്സ്. സെൽഫി എടുക്കുന്നത് എങ്ങനെ ഇറങ്ങിയിട്ട് ഗിരീഷേട്ടൻ എങ്ങനെയാണ് തീരാണ് അല്ലേ അല്ലേ ഡയലോഗ് കഴിഞ്ഞല്ലോ. അല്ല അതല്ല കിട്ടിയില്ലേ വട്ടത്തിൽ നോക്ക് മൈക്ക് വടക്കഞ്ചേരിന്ന് മൂന്നാർ വന്നിട്ട് നോക്ക് പ്രേതം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പേടിച്ചിരുന്നവര് അവൻ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞിട്ട് പേടിച്ചിരിക്ക പാമ്പാ അവിടെ ടീ കോഫി ടീ കോഫി കോഫി சோளம் இருக்கா சோளம் இல்ல சோளம் அந்த பக்கத்துல பெல் ஆம்லேட் ரெட் ஆம்லேட் ஆம்லேட் பெருசா இருக்கு ഗൈസ് ഇതാണ് ഫസ്റ്റ് വ്യൂ പോയിന്റ്. എനിക്ക് എങ്ങനെയുണ്ട് പറയൂ. മൂന്നാ പ്രതീക്ഷ പറ എങ്ങനെയുണ്ട്. പ്രതീക്ഷ ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് മുഖത്ത് കണ്ടു. ഇത് നൈസായില്ലേ വ്യൂ. തിരിഞ്ഞോക്ക് 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 തിരിഞ്ഞോക്ക്. ഈ കൂര ഇത് പൊക്കിയിട്ട് അരി പൊക്കിയിട്ട് അരി എടുത്തിട്ട് പോയി. എപ്പോഴും കെട്ടിടം പൊളിക്കാറില്ല. എപ്പോ വന്നാലും ഇങ്ങനെ പൊളിച്ച് ഒന്ന് പൊക്കിയിട്ട് ആ വിടവ് കൂടി എടുക്കും. കെട്ടിടം പൊളിക്കില്ല. ആ മലയിലാണ് ഇപ്പോളേ.
ആ ഇത് വള്ളയില്ല ഇത് ചോല ആ അവിടെ ഉണ്ട് ഇപ്പം ഇന്നലെ രാത്രി ഓടിച്ചു വിട്ടു. ആ ഫോറസ്റ്റുകാർ വന്നോ? ഫോറസ്റ്റുകാർ വന്നോ? കുറച്ചുകാരെ ആ അവർ ദിവസം കിടപ്പ് അത് എവിടെയാന്ന് എന്ന് തപ്പി നടക്കണേ. ആ ഇവിടെ 7 എണ്ണുണ്ട്, 6 പേരെ ആനയുണ്ടോ? ഒരു പടയപ്പാവ് 7 ആറിന്റെ പുറകെ തന്നെ നടക്കുക. കൂട്ടും കൂട്ടായിട്ട് വരുന്ന ഇത് ഒറ്റയ്ക്കേ ഉള്ളൂ, അവരുടെ പുറകെ എത്തും. അങ്ങ് പോകാൻ പറ്റത്തില്ല. ആ ബംഗ്ലാവില്ല, അങ്ങനെ ആ കാട്ടിക്കൂടെ ഓടിപ്പോകും. ഈ വഴി നേരെ പോയി അവിടെ എത്തും. ഇത് കുമിളി, നെടുങ്കണ്ടം, തേനി, തേനി, ഇങ്ങനെ സ്റ്റേറ്റ് പോകുന്നത് കുമിളി, നെടുങ്കണ്ടം. നമുക്ക് വാഗമണ്ണ് പോകാൻ പറ്റും ഈ വഴി. വാഗമണ്ണ് അത് വകുപ്പാറ് കട്ടപ്പന പോയിട്ട് വേണം പോകാൻ. ചുറ്റലാണ് കട്ടപ്പന. കട്ടപ്പന പോയിട്ട് വേണം. അതിലൊക്കെ ഇറങ്ങി അരിമാലി കയറി. ആ അരിമാലി ആ വഴിക്ക് പോയ. അത് പാലത്തിന് ഇപ്പുറം കയറി പോകുന്നു. ഓക്കെ ഓക്കെ. കട്ടപ്പന പോയിട്ട് വേണം വാങ്ങുന്നു പോകാൻ. കിലോമീറ്റർ അത്ര അറിയില്ല. കാരണം പണിയാൻ നേരത്ത് പല സ്ഥലത്തും പോയി പാടുന്നു. ഇപ്പൊ പണിയാൻ പറ്റില്ല, പ്രഷർ കൊണ്ട് തളർന്നു പോയി. കയ്യും കാലും നാക്കും ഈ കുത്തിരിപ്പ് തന്നെ എണിക്കണമെങ്കിൽ ഈ കൈ വേണം എണിക്കാൻ. നമ്മൾ സാധാരണ എണിക്കുന്ന പോലെ എണിക്കാൻ പറ്റില്ല. ഇവിടെ ബോഡിമുട്ട, തേനി, കൊടൈക്കനാലില്ല, അങ്ങനെ പോകും. ശരി എന്നാ പോട്ടെ. കിലോമീറ്ററുകള് താണ്ടിയിട്ട് ട്രിപ്പ് വന്നിട്ട് ഇളനീര് കുടിച്ചോണ്ടിരിക്കുക. വേറെ ഒരു പരിപാടി നടന്നിട്ടില്ല. അടി കൂട്ടുക നല്ല ഇളനീരിന് വേണ്ടിട്ട്. ഇനി 2, 3, 4, 5 ഈ പുള്ളിയാണ് മെയിൻ. പിള്ളേരെ 10-30 വയസ്സായി. ഇയാള് തന്നേ ഡബിള് കയ്യില് ആക്ഷൻ മറഞ്ഞു നിന്നിട്ട് ആക്രമിക്കുന്നത്. അവിടെ നിൽക്കണമെന്നറിയോ? എല്ലാവരും തേങ്ങയുടെ പകുതി ചേട്ട വാങ്ങുക. ചേട്ടേ നിങ്ങളുടെ പകുതി ചേട്ട ആരെടുത്ത്? നിങ്ങളുടെ പകുതി ചേട്ട ആരെടുത്ത്? എന്റെ എടുത്ത ആള്. നിങ്ങളുടെ പകുതി ചേട്ട ആരെടുത്ത്? അതാ എത്ര മണി വരെ ഉണ്ടാവും? എല്ലാം വാങ്ങിച്ചു പോകണോ? സ്നേഹം തുടർന്നു. വേണ്ട കൂട്ടുപിടിക്കല്ലേ പോടോടുന്ന്. ഗൈസ് നമ്മളങ്ങനെ പടയപ്പനെ കാണാൻ വേണ്ടി ലാസ്റ്റ് പടയപ്പനെ കണ്ടു. നീ നിൽക്കണം പടയപ്പ. ഗൈസ് നമ്മളങ്ങനെ മാട്ടുപ്പെട്ടി കോയിൽ അല്ല മാട്ടുപ്പെട്ടി വിഷയത്തിൽ തന്നെ പറയാം. മാട്ടുപ്പെട്ടി ഡാമിലെത്തിരിക്കുകയാണ്. ഷൊണ്ണ ബാക്കില് ഫസ്റ്റത്തെ കക്ഷം ഷഫ്നാസ്, രണ്ടാമത്തെ വിഡൽ അഫ്സൽ, മൂന്നാമത്തെ തള്ളുമഹി, ബാക്കിലെ സ്പ്ലിറ്റ് രാജു.
മാസായിരുന്നു അത്. കോംബോ വീഡിയോ നീ ഗായ്സ് ഇതാരത്? ഞാനല്ല. ₹100 ഇത്ര ദൂരം നടത്തോ? ഗായ്സ് ഇവരെല്ലാം പറയണ എന്റെ അബ്രനാന്ന്. കണ്ടിട്ട് അതുപോലെ ഉണ്ടാ? എനിക്ക് തോന്നുന്നില്ല. അവന്റെ കുറച്ച് കേളി ഹെയറാ. ഇങ്ങനെ കാണുമ്പോ കാണണ്ട തോന്നുന്നുണ്ടോ? ഛേ, വറക്കാതെ പിടിക്ക്. കറക്റ്റ് പിടിക്കിട്ട് അസല ഫോക്കസ് ആവും. കറക്റ്റ് ടൈം നോക്കി വിടല്ലേ? സൂപ്പർ ചെക്കനെ ഒന്നാത്ര കൈയാടിയ പോലെ വീഡിയോ കാണിക്കോളെ ആളെന്തൊക്കെ പറയണ്ട്. ആ ഭാഗത്തോടെ നീ പറഞ്ഞു നമ്മള് കാരണമാണ് പൊട്ടി. അടുത്തത് മഹീന്ദ്രൻ. വെയിറ്റ് ഉണ്ട്. മഹീന്ദ്രൻ വെച്ചത് ശരിയായില്ല. ഞാൻ പൊട്ടിക്കാണ്. ഞാൻ പൊട്ടിക്കണേ? ഞാൻ ഒറ്റ കൈ കൊണ്ട് രഞ്ജിൻ. ഒറ്റ കൈ കൊണ്ട് ഒറ്റ കൈ കൊണ്ട് രഞ്ജിൻ. ഇല്ലല്ലോ കാര്യമില്ല. ഇതൊക്കെ സപ്പ മാറ്റർ സാൾട്ട് വാട്ടർ എന്ന് പറഞ്ഞു രഞ്ജിൻ. കറക്റ്റ് ഇങ്ങനെ നോക്കുക. ഈ ഗ്യാപ്പിൽ ആദ്യം നോക്കണം. ലെഫ്റ്റ് കണ്ണടക്കി ഈ ഡോട്ട് കവർ ആകണം. എന്നിട്ട് പേര് ഒരു പേര് മാത്രം. എത്ര വെടിവെച്ച ആളാണെന്ന് അറിയോ ഇപ്പൊ നിങ്ങൾ പഠിപ്പിക്കുന്നത്? കാഞ്ചി മുമ്പിൽ എവിടെ നോക്കാം. ഡേ പോയി ഫുള്ള് ഒറ്റ ബുള്ളറ്റിൽ പോയില്ലേ? സങ്കടം ഒന്നുമില്ല. കാശുണ്ടെങ്കിൽ ഞാൻ പഠിച്ചെടുത്തിട്ടുണ്ടാവും. അതൊരു പറയാൻ പോയി. നടക്ക് ട്രിപ്പ് വന്നിട്ട് രണ്ടുപേരുണ്ടായിരുന്നു അവിടെ. എൻജോയ് ചെയ്തു. എൻജോയ് ചെയ്തു. ഇത്ര രൂപ ഉറങ്ങണു. അതെ അല്ലേ? എവിടെ കണ്ട് പുറത്ത്? പുറത്തെവിടെ കണ്ടിക്കാ? തുമ്പിള. ശരി, ഇവിടെ ഈ റൂട്ടിൽ എന്താ കണ്ട നിങ്ങള്? ഗായ്സ് നമ്മളങ്ങനെ വട്ടനടക്കി പോവാൻ്റെ എൻട്രൻസിൽ എത്തിക്കുക. നവാസ്ക പാസ്സൊക്കെ എടുത്തിട്ട് വരുന്നു. പാസ്സല്ല, ജസ്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വരുന്നു. ഇയാൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇക്ക എന്തൊക്കെയോ തള്ളിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കങ്ങനെ വട്ടവടയ്ക്ക് പോവാം. നല്ല സ്ഥല. ഫോറസ്റ്റ് ഓഫീസ് ഒക്കെ ഉണ്ടല്ലോ. പക്ഷെ ഓപ്പൺ എല്ലാം ഉണ്ട്. മാനുണ്ട്. പ്രകൃതി രമണി പഠന കേന്ദ്രം. ഇവിടെ നിക്കണ്ടോ? ഇതിന് മുകളിലൊക്കെ നിക്കും കാട്ടുപോത്ത്. ഇവിടെ 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 നിക്കും. ഞങ്ങള് ഇവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഒരിക്കൽ. ഞാനും വിഷ്ണു ഞാൻ ചാർലി കഴിഞ്ഞപ്പോ ഇവിടേക്ക് ക്ലിക്ക് ആയില്ലേ? ചാർലി എടുത്തല്ലേ? നല്ല സ്ഥലം. ഒരു 10-30 കിലോമീറ്ററോ 100 കിലോമീറ്റർ ആണ് അവിടുന്ന്.
എങ്ങനെയുണ്ട് കണ്ടോ? നന്നായിണ്ടോ? മറ്റേ തൈരും ഇതിരി അത് പഠിക്കണ്ടെന്ന് ഒന്നടാവേ സാധനം കിട്ടണമെങ്കിൽ മറ്റേ അപ്പുറത്ത് ആനക്കട്ടി മാറ്റാൻ അവിടെ ഇല്ല. അത് ഞങ്ങളെ സിനിമ കണ്ടാണ്. ആ ആ ഓ പിന്നെ ആനമൂടി അത് നിനക്കറിയണം. കൊല്ലംകോട് വണ്ടിത്താവളം ചിങ്ങഞ്ചിറ കാസർഗോഡ് നീ പോയിട്ടാ? താവളത്തിന് ആ കട JCB വെച്ചിട്ട് സെറ്റ് ഇല്ലേ, അതിന്റെ മുകളിലേക്ക് പോയി കഴിഞ്ഞാ അടിപൊളി വ്യൂ ആ. കുറച്ച് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ സൈഡ് വഴി നേരെ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആ. ഓഫ് റോഡാണ്. അത് ഇവിടെ എത്തുമല്ലോ, ഒന്ന് അട്ടപ്പാടി വഴി കോയമ്പത്തൂർ എത്തുമല്ലോ. അത് ട്രെയിൻ ഉണ്ട്. ആ അത് വഴി ട്രെയിൻ ഉണ്ട്. ആ അടിപൊളി റൂടാ. എവിടേക്ക്? കോയമ്പത്തൂർക്ക് എവിടെ? അട്ടപ്പാടി വഴി. ഓടാ ആണ് ട്രെയിനാ? ആ ഉണ്ട് 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 ഉണ്ട്. ഞാൻ കേട്ടില്ലല്ലോ. അട്ടപ്പാടിക്കാ ആ ട്രെയിൻ മറ്റേ ട്രെയിനിൽ പോകുന്നത് അല്ല ട്രെയിനാണോ ബസ്സാണോ? ഗൈസ് നമ്മളങ്ങനെ വട്ടവട എത്തിയിരിക്കുകയാണ്. ഇവിടെ കാണിച്ചില്ല എന്തൊക്കെയാണ്. സീരിയസ് ആയിട്ടാണ് വട്ടവട എത്തി ഞങ്ങളിപ്പോ. ഗൈസ് നമ്മളൊരു ചേട്ടൻ ഓഫ് റോഡ് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് വട്ടവട ഫുള്ള് കാണിക്കാന്ന് പറഞ്ഞത്. കണ്ണ് സേഫ്റ്റി ബ്രോ. പൊടി അടിക്കും. പൊടി അടിക്കരുത്. നീ ഇവിടെ ഇരിക്കും. പിന്നെ ഇതിന് വരുന്നത് അതെ ആ ചേട്ടൻ നമ്മളെ ഓഫ് റോഡ് കാണിക്കാന്ന് പറഞ്ഞു. ഏതൊക്കെയോ ലൊക്കേഷൻ കാണിക്കാൻ, 2 കേവ് കാണിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് എന്തായാലും പോയി നോക്കാം. ഇറങ്ങിയോ ആ സെന്ററില് ബാക്കി പോടാ ഇല്ലെങ്കിൽ ഫ്രണ്ടിലിരുന്നോ. മാസം എന്ന് പറഞ്ഞ് കാണിക്കണ്ട് കറമോ മൈന്ദ്രൻ കേറ് കേറ് കേറ്. ഞാൻ കേറാ. അതിനേക്കാളും നല്ല നിങ്ങൾ ബാക്കിൽ ഇരിക്കുന്ന സുഖമായിട്ട് ഇരിക്കുക. ബാക്കി കഴിഞ്ഞാലേ മലക്കം പറഞ്ഞു മലക്കം മറിയും നോക്കാം. ലോക്ക് ചെയ്തില്ലേ? ഇത് 2 വീലർ ഡ്രൈവ് അല്ലേ? ഈ വണ്ടിക്ക് 4 വീലർ ആവശ്യമില്ല. വേണ്ട പവറുണ്ട്. പഴയ വണ്ടിയല്ലേ? അല്ലേ? ഇയാള് ജയിൽപ്പുള്ളി. ഇവരെന്താ അന്തൻ? ഇതുപോലേക്ക് പോകുന്ന മാത്രം ബാക്കിയെല്ലാം ഒന്നേ പോലെ നമ്മൾ അടുത്തുണ്ടായിട്ട് നെല്ലിയമ്പതിൽ ട്രക്കിംഗ് ഇതിൽ പോയിട്ടുണ്ട്. ഈ മലയുടെ ലാസ്റ്റ് വരെ നമ്മൾ ചോദിച്ചില്ല. നിങ്ങൾ പോലെ സ്ഥലമുണ്ടോ? ലാസ്റ്റ് വരെ നമ്മൾ പോവോ? ആരെ മറ്റേ ഗിരീഷ് പാട് കൂടെയാണോ? ഇവിടെയാണോ? ആ ഇവിടെ തന്നെ. ഇവിടെ ആയിരിക്കും. ഈ താഴെയാ? അത് കറങ്ങി വരുമ്പോ കറങ്ങി വരുമ്പോ ഇവിടെ ഒന്നും ആയിട്ടില്ല, ഓപ്പൺ ആയിട്ടില്ല.
ഇത് നന്നായിട്ടുണ്ടോ? ആ എടുത്തെടുത്തോ. ആ വണ്ടിയുടെ കീ ഇതാ കിടക്കണത്. എക്സ്യുവിന്റെ നമ്മളങ്ങനെ ഏതോ ഷൂട്ടിംഗ് പോയിന്റ് എത്തിക്കണം. ഒരു ചുമന്ന സീറ്റ് കാണുന്നുണ്ടോ? ആ അതവിടെ കാർ കിടക്കുന്നുണ്ടോ? ഏതേ ആ വെള്ളത്തിന്റെ മേൽഭാഗം ഒരു മരം ഉണ്ടല്ലോ, ആ അതിന്റെ കുറെ കുഴിയാണ്, അവിടെയാണ് ആ വീടൊക്കെ ഉള്ളത്. അതെ. അത് ആ വീടൊന്നും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല, അവിടെ എനിക്കറിയില്ല. അങ്ങോട്ട് പോയില്ല, അങ്ങോട്ട് പോകത്തില്ല, സെപ്പറേറ്റാ. ഇത് നമ്മുടെ ബോർഡറാ, കൊടൈക്കനാൽ ബോർഡറാ ഈ മല. അതെ. ഇതിന്റെ അപ്പുറം കൊടൈക്കനാലാ? കൊടൈക്കനാലേക്ക് പോകാൻ വഴിയുണ്ടോ? കൊടൈക്കനാൽ ദേ ആ മലയിൽ കൂടി പോകണം. ദേ കാണുന്ന ഷെഡ് കാണുന്നില്ലേ? ആ ആ അതേ കൂടി. എത്ര കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന്? 47 നടക്കണം. പൂണ്ടി പോകണ്ട, ക്ലാവറ കഴിഞ്ഞാണ്. പോവാണെങ്കിൽ നടന്നു പോകണമെങ്കിൽ ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ ചെല്ലും, ക്ലാവറ ചെല്ലും. ഒരു 3/4 മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ ചെല്ലാം. അതെ. 47 കിലോമീറ്റർ കവറാവോ? മൊത്തം. ഓ അല്ല, അപ്പൊ നമുക്ക് 2 മണിക്കൂർ എടുത്തു. പാസ് വേണം പോലീസിന്റെ? മാസ് കിട്ടത്തില്ല നമുക്ക്, വിടൂല, സമ്മതിക്കൂല അല്ലേ? ഇവിടെയുള്ളവർക്ക് പോവാമല്ലേ? നമുക്ക് പോകാൻ പറ്റില്ല. ഒരു ഫുണ്ണാക്ക് നടക്കില്ല. കാർ ആ ഷെഡിന് അടിയിൽ കാറുണ്ട്. ഇതേ ആ ഷെഡില്ലേ, ഇതേ ഷെഡ്. ആ വെള്ളക്കാർ കണ്ടു. അവിടെ വീട് അവിടെ അടുത്താ? അതിന്റെ അപ്പുറ സൈഡാ, അവിടെ കുഴിയാണ്, നമുക്ക് കാണാൻ പറ്റില്ല. താഴേക്കാണോ? ആ ഓക്കെ ഓക്കെ. പശു അവിടെയാണ് എന്താ നോക്കണു? ആ ഷെഡിനടിയിൽ കാറാ. അത് കണ്ടു, ആ അതാണ് കാണിച്ചത്. ആ ഏഴ് ഷെഡ് നീ പറയണേ? റെഡ്. അതിന്റെ മേളില് അതാ ഇവിടത്താ? അതിന്റെ മേളില് റെഡിന്റെ അതിന്റെ തൊട്ട് അവിടെ കുഴി പോലെയാ അല്ലേ? അത് കുഴിയാണ്. ഓക്കെ ഓക്കെ. അവിടെയാണ് ഷൂട്ടിംഗ് അല്ലേ? ഇപ്പൊ ഈ സ്ഥലം യൂസ് ചെയ്തിട്ടുണ്ടോ? ഇവിടെ കാണാനേ പറ്റുള്ളൂ. അതൊക്കെ ഹൈറ്റ് ചെയ്തതായിരിക്കില്ലേ, നല്ല ഹൈറ്റ് ചെയ്തിട്ട് ഓട്ടോ ബൈക്കിലാണെങ്കിൽ ഇതോ പറ്റിയിടോ കേട്ടോ, അതിന്റെ പറ്റി കിടക്കണേ അവിടെ കണ്ടില്ലേ? വീണ്ടും ഓൾറെഡി റോഡ് ഉണ്ടായിരുന്നു, അല്ലേ? ഒളിഞ്ഞു പോയി. പോയി ആ ഗുഹ പറഞ്ഞ മാത്രം മനസ്സിലായില്ല. പോയിട്ടുണ്ടോ എന്ന് അല്ല, ഗുഹയിലേക്ക് പോയി കാണില്ല. ഞാൻ പുറത്തുനിന്നായോ ഗുഹയിൽ കയറിയിട്ട് ആൾക്കാർ കേട്ട തുടങ്ങി പുറത്തുനിന്നായോ. 1.5 വർഷം ഈ മഴയുടെ ലാസ്റ്റ് വരെ പോകുന്നുണ്ട്. ആ മഴയുടെ ലാസ്റ്റാണ് ദൂരെ പോകുന്നത്. ഇതിനപ്പുറത്തല്ലേ കൊടൈക്കനാല്? ചേട്ടൻ പോയിട്ടോ ആ വഴി? ഞാൻ നടന്നിട്ടോ? നടന്നിട്ട് പോയിട്ട് വണ്ടി കൊണ്ട് പോയി. സ്റ്റെപ്പായിട്ട് ഉണ്ടോ? അതൊക്കെ നേരെ കഞ്ചാവ് വിടുന്ന സ്ഥലമാണ്. 96 അപ്പൊ ഇവിടെയൊക്കെ ഫുള്ള് സുലഭമായിരുന്നോ? റോഡൊന്നുമില്ല.
അത് കഴിഞ്ഞിട്ട് വെട്ടിയതാ അതൊക്കെ ആൾക്കാർ വെട്ടിയതാ നമ്മളങ്ങനെ ഏതോ വെള്ളച്ചാട്ടത്തിലെത്തിക്കാണ്. ഇവിടെ എവിടെയാണ് ചേട്ടി? വെള്ളച്ചാട്ടത്തിന്റെ പേരെന്താ? സ്ഥലപ്പേരാന്ന് പറഞ്ഞിട്ട് ഞാൻ വായിച്ചോണ്ടിരിക്കുക. ഏലം പറിക്കരുതെന്ന് ഏലം പറിക്കരുതെന്ന് എഴുതി വെച്ചിരിക്കുക അല്ലേ? ഞാൻ സ്ഥലപ്പേരാന്ന് പറഞ്ഞിരിക്കുക. അവിടെ ഉറവുണ്ടല്ലോ താഴെ ഇവിടുണ്ടോ? ഈ പമ്പ് ചെയ്ത് മേലേക്ക് കയറ്റുക. ഈ വണ്ടി ഇങ്ങനെ എത്തിച്ചൂടെ? നമുക്ക് അടിയിൽ കാണുന്ന കംപ്ലീറ്റ് മുമ്പ് ഗ്രാനറ്റാ. ഇത് കമ്പി ഇറക്കാൻ വേണ്ടി തുറച്ചപ്പോഴാണ് അറിയണേ. ഫുള്ളും ഗ്രാനറ്റ് അടിയില്. എവിടെ? ആ പാറ കംപ്ലീറ്റും ഇവിടെ വീട് ആ വീടിന്റെ മേളിൽ വരെ ഫുള്ളും ഗ്രാനറ്റാ. ശരി. നല്ല വെയിറ്റ് ഉണ്ടാവും. അറിയില്ല സ്ഥലത്തിന് വെയിറ്റ് ഉണ്ടാവും. ചുമന്ന കല്ല. അപ്പൊ ഇവരുടെ സ്ഥലല്ലേ ഇത്? അപ്പൊ സ്ഥലം വരില്ലേ? സ്ഥലം ഈ സ്ഥലം ഇത് കുറച്ച് ഇങ്ങനത്തെ ഏരിയ ഇപ്പൊ പിക്കപ്പിൾ ലോഡ് കയറുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ഇവിടുത്തെ മരം, ഒറ്റ മരം. ഒന്ന് അളന്ന് പോയിട്ടില്ല. ബ്രോ സ്പ്ലിറ്റിംഗ് ട്രൂത്ത് ബ്രോ. ഇവിടെ പരിപാടി നമുക്ക് മൊത്തം നീല അടിച്ച്. നിങ്ങൾ കണ്ട ഉറവാ കണ്ടോ? നായം വെള്ളമുണ്ട് അല്ല, ശുദ്ധമായ വെള്ളം. കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അവിടെ നിന്ന് വരുന്ന ഉറവാണ്. പിന്നെ ഇതായിട്ട് കിട്ടുന്ന അത് മാത്രമേ ഉള്ളൂ. നമ്മൾ കുപ്പിയിൽ വെള്ളം മേടിക്കുന്ന പോലെ ഈ വെള്ളം മിക്സ് ആവല്ലേ? അല്ല, അത് സെപ്പറേറ്റ് വിടുന്ന പറഞ്ഞേക്കുന്നത്. ആണോ? അത് മതിയല്ലോ, ആ വെള്ളം മതിയല്ലോ, ഒരു പൈപ്പുള്ള വെള്ളം മതിയല്ലോ. അന്ന് കഴിഞ്ഞ് ഇവിടെ ഫുള്ള് വെള്ളമായിരുന്നു, നിറഞ്ഞിരിക്കായിരുന്നാ? ഫുള്ള് മഴയായിരുന്നു, ഫുൾ ഫോഗ്. ഇത് സ്ഥലത്തത് ഓക്കെ. അന്ന് അറിയില്ല സ്ഥിതിയൊന്നുമില്ല. ഞങ്ങള് ഫാമിലി വീണാനെ മഹി. എന്തോ കഥ പറയണ്ട ചേട്ടൻ, പോയി നോക്കാം. കാഴ്ച കഴിഞ്ഞ ആഴ്ച കാട്ടുതീ പടർന്നെന്നാണ് ആ ചേട്ടൻ പറയണത്. 2 ദിവസം മുന്നാണോ? അതെ, ആരാ പോയാടാണെന്ന് കള്ളം പറയാ. ഈ ചെക്കന് വിവരമില്ല പറയുന്നതാണ്. ഗായ്സ്, നമ്മളങ്ങനെ ഒരു ഗുഹ കാണുമ്പോ ചേട്ടൻ നമ്മളെ കൊണ്ട് എവിടേക്കോ എത്തിക്കും. ഒരു സ്ഥല, നല്ല സ്ഥല. വയ്യാണ്ടായി ഇയാൾക്ക്. ഇക്ക തളർന്ന്. സൗണ്ട് കാണത്തില്ല, ഈ പക്ഷികളുടെ സൗണ്ട് മാത്രം കാണും. ആ
എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. വേറെ അമേദിയായിട്ടിരുന്ന അതെ, ഇത് മാത്രം കേൾക്കുള്ളൂ, ഒരു സാധനം ഇങ്ങനെ കേൾക്കത്തില്ല. പിന്നെ അവിടുത്തെ നല്ല ഭ്രാന്തനാണല്ലവൻ. നമ്മൾ പോകുന്ന ഗുഹ എന്ന് പറഞ്ഞാൽ കടുവ ഗുഹ കേട്ടോ. ആ ആരാ നിന്നേ? കളർന്നാ? ആള് കടുവ ഉറപ്പ് പേടിച്ചു. അത് ശരി. ചേട്ടാ എന്തൊക്കെ തുപ്പുന്നുണ്ട്, വാ. പൃഥ്വിരാജാ എടേ? ആ ഏതൊക്കെയാണ്. പൃഥ്വിരാജ് ഏതാ? ആ അമ്മേ. ആ ആ ഒരു മിനിറ്റ് ലൈറ്റ് ഓണാക്കട്ടെ. ഗായ്സ്, നമ്മളങ്ങനെ കടുവേന്റെ ഗുഹന്റെ ഉള്ളിലേക്ക് പോകാൻ പോവാണ്. കടുവ കടുവന്റെ വീട്ടിലേക്ക് പോകുമ്പോഴൊന്നും കടുവ ഗായ്സ് നമ്മൾ കടുവ ചാടി പോയ വഴിക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ ആ ഇപ്പില്ലേ? ആ ആ കടുവയുടെ ടീഷർട്ട്, കടുവ പിടിച്ച മിരണ്ട. ആ കടുവേന്റെ ബാൻഡ്. ഗൈസ് കുനിഞ്ഞു വാ. ആ ബാഗ് ബാഗ് പയ്യെ പോണേ. ഇതാണ് കടുവ. പയ്യെ പയ്യെ. കടുവ കഞ്ഞി വയ്ക്കാൻ കൂട്ടിയ പറക്കണം. ആ എന്തിന് ബാഗ് ബാഗ്. ഞാൻ കേറും. ഇക്ക കയറോ? ആ ഞാൻ വരാം. ഇല്ലില്ല, മുട്ടില്ല. ഞാൻ നോക്കിക്കോളാം. അയാളുടെ ബാഗ് കൈ പിടിക്കാൻ പേടിക്കണ്ട. അയ്യോ, ശ്രീരാഘട്ടൻ കേറുന്നു തോന്നുന്നു എനിക്ക്. കേറും. ട്രൈ ബ്രോ, ട്രൈ. ആ ട്രൂ അഡ്വഞ്ചർ. കുടുങ്ങി. ഇക്ക തല കളിക്ക്. മെല്ലെ പയ്യെ പെടയല്ലേ, പയ്യെ കേറാൻ പറ്റും. ഫോൺ പിടിക്കാം. മഹി ബാഗല്ല എന്റെ കൈ. ഇറങ്ങണേ അല്ല മോളത്ത് കൂടെ ചെരുപ്പന്റെ
ഞാൻ കേറാം. ബാഗ് കൊടുക്ക് അയ്യ ഞാൻ വെക്കട്ടെ ഇതൊന്നേരാ ഇതൊന്നും കയ്യിലുണ്ടായിരുന്നോ? പിടിക്കണോ പിടിക്കണോ വേണ്ട വെയിറ്റ്, ഞാൻ കേറാം. തല നോക്കിയോട്ടോ, തല നോക്കണേ. എടുത്ത കാലത്ത് വെച്ചു ആ ഓക്കെ. എടുത്ത കാലെടുത്ത് അങ്ങനെ വെച്ചിട്ട് കുണിഞ്ഞ് വരണം. കുട്ടേട്ടാ സക്സസ്ഫുള്ളി ഞാൻ ലാൻഡഡ്. ഞാൻ കേറട്ടെ. പയ്യെ കുണിഞ്ഞോട്ടോ. അതാ പറഞ്ഞേ ഫസ്റ്റിലേക്ക് കയറി വരാൻ. പിടിക്കണ്ട. ഗായ്സ് അങ്ങനെ നമ്മൾ ഗുഹേന്റെ ഉള്ളിൽ കൂടെ വന്ന് ഗായ്സ്, പുലിയുടെ ഗുഹ, പുലിയല്ല കടുവേന്റെ ഗുഹ കൂടെ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഒന്നുകൂടെ പോയിട്ടിരുന്നൊക്കെ തല പൊക്കണ്ട, അങ്ങനെ കുഞ്ഞു വരണം. പൊക്കല്ലേട്ടോ, തല പൊക്കല്ലേ, ചെരിഞ്ഞു നോക്കി തല പൊക്കണ്ട. തായ്ലൻഡിൽ പോയിട്ടുണ്ടോ? ആ ഇങ്ങനെ പറ. സുഭാഷ് ഗൈസ്, അങ്ങനെ നമ്മളെല്ലാരും ഗുഹയിൽ കൂടെ പുറത്തെത്തിയിരിക്കാണ്. യെസ്, എല്ലാരും എത്തി. ഭ്രാന്ത് അതിന്റെ ഉള്ളിൽ കൂടെ മിക്കവാറും ഈ പുലി അല്ല ഈ കടുവ വന്നിട്ട് മെലിഞ്ഞായിരിക്കും. ഇതിന്റെ ഉള്ളിൽ കൂടെ 2 പ്രാവശ്യം വന്നാലേ അത് ഇതാവും. എന്താ അല്ല മരിച്ചോ കടുവ മരിച്ചോ? സ്ഥലം മാറിപ്പോയോ? ഇവിടുന്ന് ഓടിച്ചു? എങ്ങനെ ഓടിച്ചേ? ഓ അങ്ങനെ പേടിച്ചു കൂടുവോ? ആദിവാസികൾ വന്നിട്ടാണ് നോക്കിയത്. ഞങ്ങൾ ഗസ്റ്റുകൾ കയറ്റിക്കൊണ്ടിരുന്ന ആ സമയത്താണ്. ആ എന്നിട്ട് ഗസ്റ്റ് നിർത്തി. ആദിവാസികൾ ഞങ്ങൾ പടക്കം മേടിച്ചു കൊടുത്തു. എന്നിട്ടാണ് പൊട്ടിച്ചത്. അല്ല പോയത് ഇവരോടെ കാട്ടി പോയത്. ആ അല്ല അപ്പൊ അവര് എങ്ങനെ കണ്ടത് കടുവുള്ളത്? അവര് ഈ വിറക് പിടിക്കാൻ വന്നപ്പോ രുദ്രാക്ഷം കാറ്റാണ് പെട്ടെന്ന് കേട്ടാ. വീണ്ടും പെട്ടെന്ന് വന്നാ എവിടാ? അതിനോടെ കുറുനരി മോഷ്ടിക്കരുത്. കുറുനരി ഓ ഞാൻ അവന്റെ മാസ് അത് ഇങ്ങനെ കേറി. ഞാൻ കേറിയല്ലോ ഈസി ആയിട്ട്. ഓ 4 ആളൊന്നും പിടിക്കാണ്ടായിരുന്നില്ല. ബാ കേറി. അവര് മേലെ പോയി. വെള്ളം ഗ്രാനൈറ്റ്. ആണ് ചേട്ടൻ പറഞ്ഞു. ആ പറഞ്ഞു ഡ്രസ്സൊന്നും ഇവിടെ കളയാൻ പാടില്ല എന്ന്. വന്നത് അയച്ചിട്ടിരിക്കുക ബ്ലഡി ഫോൾ. പയ്യാണ്ടായാലോ? ഇത് കൂടെയാണോ പോണ്ടേ? ഇവിടെന്നാ എന്താ വയ്യാണ് ഇത്? ഇഷ്ടപ്പെട്ടു പറ അത്രേ ഉള്ളൂ. മകനെ മടങ്ങി വരുമ്പോൾ നാളെ ഒരു ഫ്ലെക്സ് വെച്ചിട്ട് എല്ലാരും കൂടെ നിക്കണൂടെ.
പുലിനെ വെയിറ്റ് ചെയ്തിട്ട് എന്താ എടുക്ക പുലി ഇവിടെ ഊഞ്ഞാലാടിയത് പുലി ഇതവിടെ ഇവിടെ ചോറുണ്ട് കുളിച്ചത് അപ്പുറത്തായിരിക്കും അല്ലേ വെള്ളത്തില് ഗ്രാനൈറ്റിലാണ് വരച്ചത്. ആ ഫ്രണ്ടിലുണ്ട്. ഞാൻ ഇങ്ങനെ നിൽക്കും. മകനെ വീഡിയോ എടുക്കുന്നുണ്ട്. വിറകെടുക്കേ പുലിയാൻ ചത്താലെ കിടക്കുന്നു. ശ്രീരാജായിട്ട് പോകാം. അതെ ഇയാളില്ലേ നീ ശ്രീരാജേട്ടൻ പറയും നമ്മള് സെമിത്തേരി പോയില്ല അതുകൊണ്ടാണ്. പ്രതീക്ഷേട്ടൻ അറിഞ്ഞിട്ടില്ല. ഇക്ക ഞങ്ങളെ പേടിപ്പിച്ചു പോ. ആ മൂർച്ച കൂട്ടിയത് നഖം. അതുകൊണ്ടാണ് ഇത്ര വലുത്. അത് പല്ല്, ഇത് പല്ല്. ആ നന്നായിട്ടുണ്ട്. ഇവിടെ എവിടെയാണ് പണ്ടത്തെ മറ്റേ എന്താ സിനിമ ഇടുക്കി ഗോൾഡിന്റെ സ്കീം, ആ മറ്റേ ഇതിന്റെ അപ്പുറത്ത് എവിടെയാണ് കൃഷിയെല്ലാം ഉണ്ടായിരുന്നെന്നാണ് ഈ ചേട്ടൻ പറയണേ. എല്ലാരും കയറിയില്ലേ? പ്രതീക്ഷ എന്തോ ഒരു ധൈര്യം വന്നു പുലിയുടെ വീട്ടിക്ക് പോയിട്ട് ഒന്ന് പറഞ്ഞു. ഇവല്ലേ ഈ ഇടയായിട്ട് ചോറ് എടുക്കുമ്പോ അഭിനയിക്കണ്ടില്ലേ? ഇവനെ നമ്മളെ ഉപേക്ഷിക്കുന്നു, ടെൻഷൻ അടിക്കുന്നില്ല. അങ്ങനെ ടോപ്പ് പോയാ അവന്റെ ഭാര്യ കൂടി ഫസ്റ്റ് നൈറ്റ് വരുന്ന സ്ഥലം. എന്ത് പറ്റുമെന്തോ ചേട്ടാ കുറിച്ച് കയ്യൊന്ന് പൊടിഞ്ഞ് റെഡിയായുള്ളൂ. ഈ വണ്ടിനോട് ഇനി വണ്ടി എടുത്ത് വരുമ്പോ വണ്ടി തപ്പു എവിടെ വെച്ച വണ്ടി ഈ മഹിയേട്ടന്റെ കോമഡി മഹീന്റെ കോമഡി. മഹി ഒരു രസികൻ തന്നെ. മഹേന്ദ്രൻ ഒരു രസികൻ. അറിയാത്ത പോലെ അതെ തണുത്തട്ടെ. ബ്രോ സീന്
ഗ്യാപ്പുണ്ട് എന്നാലും ഇതൊക്കെ കാണാൻ നിങ്ങൾ എങ്ങനെ വീട്ടിലിരിക്കുന്നു? എടപ്പാടം പണയം വെച്ച് വരും. അവന് ഊക്കല്ല കേട്ടാ, അവന് ഊക്കിയുണ്ടല്ലോ. ആളെ അനുകരിക്കുക. ഗായ്സ്, നമ്മൾ ആനയെ കണ്ടിരിക്കണം. പക്ഷെ അത് ഭയങ്കര ദൂരെയാ. 3 ഉണ്ട്. ഇതേ ഇവിടെ പോലീസുകാരെല്ലാരും ഉണ്ട്. അത് വേറെ കിട്ടിയാ. ഹലോ ഗൈസ്, അങ്ങനെ ഇന്ന് നമ്മുടെ ഈ യാത്ര അവസാനിപ്പിച്ചിരിക്കണം. അടുത്ത ഒരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം.